നമ്മൾ വീണ്ടും ഒരു ബൈബിൾ പഠനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 28-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി ശ്രമിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗം. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 28-ാം അധ്യായം. അതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ശൗലും ദാവീദും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടൽ നമ്മൾ മനസ്സിലാക്കി. അതിന് ശേഷം 28-ാം അധ്യായത്തിൻ്റെ ആദ്യഭാഗത്ത് ആഖീശുമായുള്ള ദാവീദിൻ്റെ ഒരു ബന്ധം സൂചിപ്പിക്കും. 28-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ, 1ഉം 2ഉം വചനങ്ങളിൽ ആഖീശ് ദാവീദുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് വന്ന് 29-ാമത്തെ അധ്യായം 30-ാമത്തെ അധ്യായം അവിടെ ഇതിൻ്റെതായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അത് പഠിക്കും. 29-ാമത്തെ അധ്യായത്തിലാണ് ആരെക്കുറിച്ച് വീണ്ടും പറയുന്നത്? ആഖീഷിനെ കുറിച്ച് പറയുന്നത്. 28-ാം അധ്യായം 1-2 വചനങ്ങളിൽ ദാവീദിനും ആഖീഷിനെയും തമ്മിൽ പരിചയപ്പെടുത്തും. 2 വാക്യങ്ങളിൽ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അതുമായി ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എവിടെയാണ് നടക്കുന്നത്? 28-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വായിക്കേണ്ടത് ഏതധ്യായമാണ്? 29-ാം അധ്യായമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബന്ധം. അതുകൊണ്ട് നമ്മൾ 29-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ 2 വചനങ്ങൾ പഠിക്കും, ദാവീദും ആഖീഷും തമ്മിലുള്ള ബന്ധമൊക്കെ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 28-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങളാണ്. 28-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഒരു മരണം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ വായിക്കുക. ആരുടെ മരണമായിരുന്നു? ശമൂവേൽ മരിച്ചു പോയിരുന്നു. ഇസ്രായേൽ മക്കളെല്ലാം അവനെക്കുറിച്ച് വിലാപം നടത്തി. അവന് സ്വന്തം പട്ടണം, ഏതാണ് അവൻ്റെ സ്വന്തം പട്ടണം? രാമ എന്ന് പറയുന്ന സ്ഥലത്ത് അവനെ അടക്കം ചെയ്തിരുന്നു. ഇത്രയുമാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. ആരാണ് മരിച്ചത്? ശമൂവേൽ മരിച്ചപ്പോൾ അവനെക്കുറിച്ച് എന്ത് ചെയ്തു? വിലപിച്ചു. 3-മത് എന്ത് ചെയ്തു? അവനെ അവൻ്റെ നാട്ടിൽ കൊണ്ടുപോയി അടക്കി. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്ന് അയാളെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, അയാൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്തു? മരിച്ചു, അടക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ശമൂവേൽ എന്നത് ഇസ്രായേലിൻ്റെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി ദൈവത്താൽ നിയോഗിതനായ വ്യക്തിയാണ്. വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ആരുടെ മുന്നിൽ പോയി തെറ്റ് വിളിച്ചു പറയുന്നതിനും ഒരു മടിയുമില്ലാത്ത പുരോഹിത പ്രവാചക ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ ലോകത്തിൽ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ പൂർത്തിയാക്കി എന്നതാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്, ദൈവം ഈ ലോകത്ത് നമ്മെ ആക്കിയിട്ടുള്ള ശുശ്രൂഷ ഭംഗിയായി പൂർത്തീകരിക്കുന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. 2-മത്, അവനെക്കുറിച്ച് വിലപിച്ചു. ഇസ്രായേൽ മക്കളുടെ, യഹൂദന്മാരുടെ ക്രമമനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസം, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്, അത്രയും ദിവസം വിലാപം കഴിക്കണം എന്നതാണ്. വിലാപം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെക്കുറിച്ച്, അയാൾ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് എല്ലാം ഇങ്ങനെ ഓർമ്മിപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ആരായിരുന്നു, അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്, അയാൾ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഇതിനെല്ലാം ഈ വിലപിക്കുന്നവർ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എല്ലാവർക്കും ആ ഒരു വിലാപം കിട്ടണമെന്ന് ഇല്ല. നമ്മൾ അറിയാം, ശൗൽ രാജാവ് മരിച്ചു പോവുകയാണ്. ശൗല് എവിടെ വെച്ചാണ് മരിക്കുന്നത്? ഒരു പർവ്വതത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് പർവ്വതമാണ്? ഗിൽബോവ പർവ്വതം. അവിടെ വെച്ച് മരിക്കുന്നു. പക്ഷേ ശൗലിന് വേണ്ടി വിലപിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? കൂടെയുള്ള കുടുംബത്തിലുള്ള ആരുമില്ല. എന്നാൽ ശത്രുവായ ദാവീദ് വിലാപഗീതം വിലാപിക്കുകയാണ്. എന്നാൽ ശമൂവേലിന് വേണ്ടി അങ്ങനെയല്ല. ശമൂവേൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഭംഗിയായി നിർവഹിച്ചു. അവന് കൃത്യമായ വിലാപയാത്ര അയക്കൽ ശുശ്രൂഷയും കിട്ടി. 3-മത്, അവൻ എവിടെ എത്തി? രാമ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലമാണ്? അവൻ്റെ സ്വന്തം ദേശം, അവൻ്റെ സ്വന്തം നാട്ടിൽ അവനെ
അടക്കി എന്നാൽ ഇതിനൊരർത്ഥമുണ്ട്. നിങ്ങൾക്ക് പറയാമോ? നമ്മുടെ സ്വന്തം ദേശം ഏതാണ്? ഈ ലോകമാണോ? അല്ല. നമ്മളെ സ്വന്തം ദേശം ഏതാണ്? ദൈവത്തിൻ്റെ മക്കൾക്ക് വച്ചിട്ടുള്ള സ്വർഗീയ ദേശമാണ് നമ്മുടെ ദേശം എന്ന് പറയുന്നത്. ശരിയാണോ? അല്ലേ? ആണ്. നമ്മളെ ഇങ്ങോട്ട് ആര് അയച്ചതാണ്? ദൈവം അയച്ചതാണ്. അല്ലേ? ശരിയാണോ? ഞാൻ പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം നാട് ഏതാണ്? കർത്താവ് ഇരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം നാട്. അവിടെ നിന്ന് ദൈവം ഒരു ആത്മാവിനെ എങ്ങോട്ട് അയച്ചു? ഈ ലോകത്തിലോട്ട് അയച്ചു. ആ ഒരു ആത്മാവാണ് നമ്മൾ. പിടികിട്ടിയോ? ഈ ആത്മാവിന് ഈ ലോകത്തിൽ ജീവിക്കാനായി ഒരു ശരീരം കൊടുത്തു. അതാണ് നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ സ്ട്രക്ചർ. മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് ആണ് ഈ ശരീരത്തിൽ ഏക സാധനം ഉള്ളത്. ഇതെങ്ങോട്ട് പോകും? എവിടെ നിന്നാണോ അയച്ചത് അവിടേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ഈ ശമൂവേൽ സ്വന്തം നാട്ടിൽ അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചതും ശുശ്രൂഷ ചെയ്തതുമൊക്കെ വേറെ സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ അവനെ എവിടെ തന്നെ അടക്കി? അവൻ്റെ സ്വന്തം നാട്ടിൽ അവനെ കൊണ്ടുപോയി അടക്കി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സ്വന്തം നാട്ടിലെത്താനായിട്ട് ആഗ്രഹിക്കണം. കാര്യം മനസ്സിലായോ? എവിടെ എത്താൻ ആഗ്രഹിക്കണം? സ്വന്തം നാട്ടിൽ എത്താനായിട്ട് ആഗ്രഹിക്കണം. നമ്മളൊരു പാട്ട് പാടും, അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇതാണ് ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും. അപ്പോൾ ശുശ്രൂഷ ചെയ്തത് മറ്റു പല സ്ഥലങ്ങളിലായിരുന്നു. മരിച്ചപ്പോൾ അവൻ്റെ സ്വന്തം ദേശത്ത് കൊണ്ടുപോയി അടക്കി. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവം നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൻ്റെ ശുശ്രൂഷ എല്ലാം പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വേർപെട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിത്യതയിൽ എത്തണം. നമ്മൾ ഈ ലോകത്തിൽ കർത്താവിന് പ്രിയപ്പെട്ടവരായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം? നമ്മളെ അയച്ച സ്ഥലത്ത് നമുക്ക് തിരിച്ച് മടങ്ങിപ്പോകാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ഈ ലോകത്തിൽ നമുക്ക് ജീവിതം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകണം. അതാണ് നിത്യതയിലേക്ക് നമ്മൾ എത്താനായിട്ട് ഒരുങ്ങണം. നിങ്ങൾക്ക് കുറച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നപ്പോൾ അതിൻ്റെ ഒടുവിൽ ഞാനൊരു വിഷയം എഴുതിയിട്ടുണ്ട്. ഏതാണ് അത്? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ദൈവം മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ വച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ നിത്യതയും അവൻ്റെ ഹൃദയത്തിനുള്ളിൽ വച്ചിട്ടുണ്ട്. ഈ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ജോസഫിനെ അറിയാം. ജോസഫ് മരിച്ചു. ജോസഫ് മരിക്കുന്നത് ഞാൻ മുമ്പ് നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ വെച്ചല്ല ജോസഫ് മരിക്കുന്നത് ഈജിപ്തിൽ വെച്ചിട്ടാണ്. ഈജിപ്തിൽ വെച്ച് മരിക്കുമ്പോൾ അവിടെ പറഞ്ഞു, ഈജിപ്തിൽ എന്നെ സംസ്കരിക്കണ്ട, നിങ്ങൾക്കൊരു ദേശത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും, സ്വന്തം നാട്ടിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും, വാഗ്ദത്ത നാട്ടിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥികളും കൂടെ അവിടെ കൊണ്ടുപോയി നിങ്ങൾ അതിനെ അവിടെ അടക്കണം. അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? സ്വന്തം ദേശത്തേക്ക് എനിക്ക് എത്തണം, അതായത് ദൈവം വച്ചിട്ടുള്ള ദേശത്ത് എനിക്ക് തിരിച്ചെത്തണം. ഇതാണ് ജോസഫിൻ്റെയും ആഗ്രഹമായിരുന്നത്. ഇപ്പോൾ ശമൂവേലിന് സ്വന്തം ദേശത്തെത്തി, ജോസഫ് സ്വന്തം ദേശത്തെത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ലളിതമായി നിത്യതയിലേക്ക് അവരെത്തി എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിത്യതയിലേക്ക് അവർക്ക് എത്താനായി സാധിച്ചെന്നു എന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയ ദൈവഹിതപ്രകാരമുള്ള അതിമനോഹരമായ ജീവിതം നയിക്കാനും ഈ ജീവിതം മനോഹരമായി ഓടി പൂർത്തിയാക്കി ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നിത്യതയിലേക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാനുമാണ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ചൊരു കാര്യം പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് ദൈവം നമ്മളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യും. എന്നാൽ കർത്താവ് ഇടത്തുള്ളവരോട് പറയും,
ഈ ലോകത്തിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഹിതപ്രകാരമല്ല ജീവിച്ചത്, പിശാചിനും അവൻ്റെ കൂട്ടാളികൾക്കും നിശ്ചയിച്ചിട്ടുള്ള ഇടത്തേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക. വലത്തുള്ളവർ എന്നോടുകൂടെ ഈ രാജ്യത്തിൽ നിത്യകാലം വസിക്കും. ഇതിലേത് വേണമെന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ശമൂവേൽ അത് സ്വീകരിച്ച മനുഷ്യനാണ്. ഇപ്പോൾ ശമൂവേലിൻ്റെ കാര്യം മനസ്സിലായല്ലോ. 3 കാര്യം പറഞ്ഞു. ശമൂവേൽ മരിച്ചു. അതുപോലെ നമ്മളും എന്ത് ചെയ്യും? ഒരു ദിവസം മരിക്കും. മരിക്കുമ്പോൾ നമുക്ക് നല്ല അടക്കം കിട്ടുന്നതിൻ്റെ ഭാഗമാണ് വിലാപം എന്ന് പറയുന്നത്. നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാളുടെ ശരീരമൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം നമ്മൾ വന്നിരുന്ന് പാട്ടൊക്കെ പാടും. പാട്ട് പാടിയിട്ട് എന്ത് ചെയ്യും? അയാൾക്ക് നല്ലൊരു യാത്രയയപ്പ് ശുശ്രൂഷ കൊടുക്കും. ഈ ലോകത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ച് നല്ലൊരു യാത്രയയപ്പ് ശുശ്രൂഷ കിട്ടും. എന്നാൽ ഇത് കിട്ടാതെ പോകുന്ന ധാരാളം പേരുമുണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നല്ല അടക്കം കിട്ടാത്ത മനുഷ്യനെക്കുറിച്ച് പറയുന്നത് പിണ്ടാകാരമായിരുന്നിട്ട് അവിടെ വെച്ച് നശിച്ചു പോകുന്ന ഒരു കുഞ്ഞ് ഇതിനേക്കാളും ബെസ്റ്റാണെന്നാണ് പറയുന്നത്. അതായത് ദൈവം ഈ ലോകത്തിൽ മനുഷ്യന് നല്ല വിലാപവും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് കിട്ടി, ശമൂവേലിന് അത് കിട്ടി. ശമൂവേലിനെ സ്വന്തം നാടായ രാമായിലേക്ക് കൊണ്ടുപോയി അവിടെ അടക്കി. അപ്പം നമ്മുടെ സ്വന്തം ദേശം ഇവിടെയല്ല, നമ്മളിവിടെ പരദേശവാസികളാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തോടൊപ്പം നമുക്ക് വസിക്കണം എന്നതാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഏതിനു വേണ്ടി ഒരുങ്ങണം? സ്വർഗരാജ്യം അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ബാക്കി നമുക്ക് വായിക്കാം. അപ്പോൾ ആ ഒരു വാക്യം നമ്മൾ പഠിച്ചു. 2, ശൗൽ ഒരു കാര്യം ചെയ്തിരുന്നു. ശൗൽ ആ ദേശത്തു നിന്ന് വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ഉന്മൂലനാശനം ചെയ്തിരുന്നു. അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. അതിനർത്ഥം ശൗൽ ആ ദേശത്ത് വസിക്കുമ്പോൾ അവിടെ വെളിച്ചപ്പാട് പറയുന്നവരും മന്ത്രവാദങ്ങൾ ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട്, ദൈവ ആരാധനകൾക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ആ ദേശത്ത് നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ നീക്കിക്കളഞ്ഞു. എന്താണിത് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ജീവിക്കുന്ന സ്ഥലം ആരാധനയും പ്രാർത്ഥനയുമുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഇങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കുവാനും മാറ്റി നിർത്തുവാനും എല്ലാം നമുക്ക് കഴിയും. ശൗല് വസിക്കുന്ന ദേശം അങ്ങനെ ഉള്ള ആൾക്കാർ വസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ദേശത്തും അതുപോലെയുള്ള ധാരാളം പേർ ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കാനാണ്. അങ്ങനെ വ്യത്യസ്തരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തികഞ്ഞ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. എന്തു വേണം? തികഞ്ഞ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് സത്യത്തെക്കുറിച്ച്, സത്യത്തിൻ്റെ വഴി എന്താണെന്ന്, സത്യത്തിൻ്റെ വചനം എന്താണെന്ന്, സത്യം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ആരോട് ആലോചന ചോദിക്കും? ആ സമയത്ത് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ആൾക്കാരോട് ആലോചന ചോദിക്കും. ലോകത്തിൻ്റെ ആൾക്കാരുടെ അടുക്കൽ ആലോചന ചോദിച്ചു പോകും. ശൗലിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ ശൗല് നയിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ ജീവിതം നയിച്ചു പോയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് പരിശുദ്ധാത്മാവിനാൽ ശൗൽ ഏതെല്ലാം കാലത്ത് ജീവിച്ചിരുന്നോ, ശക്തിപ്പെട്ടിരുന്നോ, അവിടെ ഒന്നും ഒരു ആലോചനയും മനുഷ്യനോടോ ഒരു വെളിച്ചപ്പാടനോടോ ഒരു വെളിച്ചപ്പാടത്തിയോടോ ഒരു മന്ത്രവാദിയോടോ ശൗലിന് ചോദിക്കേണ്ടതായി വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ പരിശുദ്ധാത്മാവ് ആലോചനയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സത്യം പറഞ്ഞു കൊടുക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നല്ലൊരു സഹായകനാണ്, ഹെൽപ്പറാണ്. പരിശുദ്ധാത്മാവ് നല്ലൊരു സൗഖ്യദായകനാണ്. ഡിവൈൻ ഹീലർ എന്ന് പറയും. നല്ലൊരു സൗഖ്യദായകനാണ്. പരിശുദ്ധാത്മാവ് ഒരു വഴികാട്ടിയാണ്. പരിശുദ്ധാത്മാവ് നല്ലൊരു ദർശനം നൽകുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് കൂടെയാണ്. അങ്ങനെ ഒരു ആത്മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ലോകത്തിലെ ആരുടെയും അടുക്കൽ പോയി എൻ്റെ ഭാവി എന്താണെന്നോ എൻ്റെ ജീവിതം എങ്ങനെയാകുമെന്നോ എൻ്റെ നാളെയെക്കുറിച്ചോ തിരക്കേണ്ടതായിട്ട് വരികയില്ല. കാര്യം മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാണ് ആവശ്യം വേണ്ടി വരുന്നത്?
പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ദൈവിക ആലോചനകൾ കിട്ടാതെ വരും. ദൈവം നമ്മളോട് സംസാരിക്കാതെ വരും. നിനക്ക് വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരും. ഒരു പ്രശ്നത്തിന് മുകളിൽ മറ്റൊരു പ്രശ്നം വന്നാൽ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ പോകും. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ വരുമ്പോൾ ആരുടെ അടുക്കിലേക്ക് പോകും ആൾക്കാർ? ഈ പറഞ്ഞ ജാതികളുടെ ദേവന്മാരുടെയും ദേവിമാരെയും ഒക്കെ തിരക്കി ധാരാളം പേര് പോകുന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിലും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിൽ അത് ആക്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പ്രാർത്ഥനയും വചനധ്യാനം ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് അതുകൊണ്ടുള്ള പ്രയോജനം ഉള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു സൈക്കിൾ നമ്മുടെ കുഞ്ഞിന് വാങ്ങിക്കൊടുത്തു. ഈ സൈക്കിൾ വാങ്ങിക്കൊടുത്തത് കൊണ്ടായില്ല, ആ സൈക്കിൾ ഈ കുഞ്ഞിന് കിട്ടിയത് കൊണ്ട് കുഞ്ഞിന് പ്രയോജനം വരണമെന്നുണ്ടെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യണം? ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങളൊരു ബൈക്ക് വാങ്ങി, ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബൈക്ക് കിട്ടിയ ആൾ അല്ലെങ്കിൽ വാങ്ങിയ ആൾ ബൈക്ക് ഓടിക്കണം. ഓടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുകിൽ ചെറിയ അപകടങ്ങളുണ്ടാകും, ഒന്നുകിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അതിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന ഒരാളായിട്ട് മാറും. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിനെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം. എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ആലോചനകൾ ചോദിക്കണം, കൂടെ കൊണ്ടുപോകണം. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞുതരാം. എങ്കിലും ഇന്നത് പറയാനുള്ള കാരണം, നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളത്തെ ദിവസം ഏത് ദിവസമാണ്? പെന്തക്കോസ്ത് ദിനമാണ്. പെന്തക്കോസ്ത് ദിനമെന്ന് പറഞ്ഞാൽ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് വിസിബിളായിട്ട് ഇറങ്ങിയ ദിവസമാണ്. ഏത് ദിവസം? പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് ഈ പെന്തക്കോസ്ത് നാളുണ്ടായിരുന്നു. അപ്പോൾ അതാ പറയുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരോട് യേശു പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അറിയാം, ഇതുവരെ നിങ്ങളുടെ മേൽ ആര് വന്നിട്ടില്ല? പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് വരാത്തത് കൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. യേശു അവരിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർക്ക് ആലോചന ചോദിക്കാനായിട്ട് ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവർക്കൊരു പ്രശ്നം വന്നു, അവർക്ക് സങ്കടം പറയാനായിട്ട് ആരുമില്ല. അവർക്ക് മുന്നിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവർ നിരാശിതരാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കും, നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ആ ഭാഗം ഒന്ന് എടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ, ആരോട് കൂടിയിരിക്കുമ്പോൾ? യേശു ശിഷ്യന്മാരോടുകൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങളിപ്പോൾ ഇരിക്കുകയാണ് ജെറുസലേമിൽ. കാരണം പല സ്ഥലങ്ങളിലുള്ളവരാണ്. ഗലീലയിലുള്ളവരുണ്ട്, ദെക്കപ്പൊലിയിലുള്ളവരുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ജെറുസലേമിലാണ്. ഇവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ വചനത്തിനൊത്തവണ്ണം നിങ്ങൾ കാത്തിരിക്കണം. ആർക്ക് വേണ്ടി കാത്തിരിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. എന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധ ആത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സ്നാനം ലഭിക്കും? പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഞാൻ അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളും കൂടെ പറയാം. കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ നിങ്ങളെ സ്നാനപ്പെടുത്തി. ആ സ്നാനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മാനസാന്തര സ്നാനമാണ്. ആര് കൊടുത്തത്? യോഹന്നാൻ കൊടുത്തത്. മറന്നു പോകരുത്, യോഹന്നാൻ കൊടുത്ത സ്നാനത്തിൻ്റെ പേര് മാനസാന്തരത്തിൻ്റെ സ്നാനമാണ്. എന്നാൽ യേശു നമുക്ക് ഈ ലോകത്തിൽ വരുമ്പോൾ 2 കാര്യങ്ങളാണ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എത്ര കാര്യങ്ങൾ? 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം കിട്ടും. ഏത് കിട്ടും? പാപമോചനം കിട്ടും. രണ്ടാമത് ഏത് കിട്ടും? പരിശുദ്ധാത്മാവ് കിട്ടും. ഇത് 2 ആണ് ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഏത് കിട്ടും?
പാപമോചനം കിട്ടും. രണ്ടാമത് പരിശുദ്ധാത്മാവ് കിട്ടും. ആരാണ് തരുന്നത്? സ്വർഗസ്ഥനായ പിതാവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സംശയം വരും, എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും കിട്ടുമോ? കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം? ചോദിക്കണം. ചോദിക്കുന്ന എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ തരും. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് നമ്മൾ പറയുന്നത്? അതാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? പരിശുദ്ധാത്മാവില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലേ? എന്തേ? അതിന് ഒരു ചെറിയ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരു തീ ആണെന്ന് പറയും. യേശു അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ നിങ്ങളെ വെള്ളത്തിനാലും ആത്മാവിനാലും സ്നാനം കഴിപ്പിക്കും. അതുകൊണ്ട് പറയുന്നത്, ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന തീയാൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറയും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ഫയറാണ്. ഫയർ എന്ന് പറഞ്ഞാൽ തീയാണ്. ഈ തീക്കൊരു ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കാട്ടുതീയൊക്കെ പിടിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടുണ്ടോ? ഇപ്പോൾ കാട്ടുതീയൊക്കെ പിടിക്കുമ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ അനാവശ്യമായ ജീവജാലങ്ങളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എന്തു ചെയ്യും? ഇത് ചത്ത് അങ്ങ് തീരും. നിങ്ങൾ ഒരു തീ ഇടുകയാണ്. തീ ഇടുമ്പോൾ നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിങ്ങളൊരു ഇലയൊക്കെ കൂട്ടിയിട്ട് തീ ഇടുമ്പോൾ അതിനിടയിൽ ചെറിയ ക്ഷുദ്രജീവികളൊക്കെ കാണും. എത്ര ക്ഷുദ്ര ജീവികളുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനെയായിട്ട് കൊല്ലാനായിട്ട് എന്ത് ചെയ്യണ്ട? ശ്രമിക്കണ്ട. തീ ഇട്ട് കഴിഞ്ഞാൽ ആ തീ ഇതിനെല്ലാം എന്ത് ചെയ്യും? ദഹിപ്പിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന തീ നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഈ ഓരോ പ്രശ്നങ്ങൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? പരിഹാരം കണ്ടെത്താനായിട്ട് ഓടണ്ട. അതാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രശ്നങ്ങളെല്ലാം ഈ തീ എന്ത് ചെയ്യും? ദഹിപ്പിച്ച് കളയും. അപ്പോൾ 10 കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഏത് മാത്രം ചോദിച്ചാൽ മതി? പരിശുദ്ധാത്മാവിനെ മാത്രം ചോദിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ 100 പ്രശ്നങ്ങളുണ്ടാകും. ഈ 100 പ്രശ്നങ്ങൾ എഴുതി വെച്ച് 100 പ്രശ്നങ്ങളുടെ പരിഹാരം ചോദിക്കുന്നതിന് പകരം ഒരേ ഒരു കാര്യം ചോദിച്ചാൽ മതി. ഏതാണ്? പരിശുദ്ധാത്മാവ്. അതാണ് പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ഫയറാണ്, ഒരു തീയാണ്. ആ തീ വേണമെന്ന് പറയുന്നത്, ആ തീ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ, ജീവിതത്തിനുള്ളിൽ ദൈവം നിറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടി വരികയില്ല. പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകായി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലവും അനുഗ്രഹവുമാക്കി ദൈവത്തിന് തരാനായിട്ട് കഴിയും. അപ്പം മനസ്സിലായോ എന്തിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതെന്ന്? എന്തിനു വേണ്ടിയാണ്? 10 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നതിന് പകരം ഒരു കാര്യം കൊണ്ട് 10 കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 10 കാര്യം ചോദിക്കണോ, ഒരു കാര്യം ചോദിക്കണോ? ഒരു കാര്യം ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. യേശു പറയുന്നുണ്ട്, ദോഷികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ, യാചിച്ചാൽ, നിങ്ങൾ അവർക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാതിരിക്കുമോ? ആ സംഭവം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ദോഷികളായ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിച്ചാൽ അവർക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാതിരിക്കുമോ? കൊടുക്കുമല്ലോ. എങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവിന് ചോദിക്കുന്നവർക്ക് ഞാൻ അളവ് കൂടാതെ സമൃദ്ധിയായി കൊടുക്കും. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം, ചോദിക്കണം. നമ്മളിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് മുതൽ നാളെ വരെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകമൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ചോദിച്ചുകൊണ്ടിരിക്കണം. ചോദിക്കാതെ കിട്ടത്തില്ല. മനസ്സിലായോ? ചോദിക്കാതെ എന്ത് ചെയ്യില്ല? കിട്ടത്തില്ല. ബൈബിളിൽ 2 കാര്യമുണ്ട്. രക്ഷയെന്ന് പറഞ്ഞാൽ സാൽവേഷൻ. അത് കാശൊന്നും കൊടുക്കണ്ട, അത് ഫ്രീ ആണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തിയെടുത്തത് ഫ്രീ ആയിട്ടാണ്. അതിന് നമ്മൾ ഒരു കോസ്റ്റും അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളെ രക്ഷപ്പെട്ടത്, നമ്മൾ ഈ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളൊന്നും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നുമല്ല. എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. ദൈവം നമ്മളെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. പക്ഷേ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊണ്ടുവരില്ല. അത് ചോദിക്കുന്നവനെ കിട്ടുകയുള്ളൂ. ഇത് രണ്ടും എന്ത് ചെയ്യണം? മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ കൃപയാലാണ് നമ്മൾ വിശ്വാസം മൂലം രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് ഫ്രീ ആണ്, രക്ഷ ഫ്രീ ആണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഏതല്ല? ഫ്രീ അല്ല. ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് കാശ് കൂടെ കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ചോദിച്ചാലേ അത് എന്ത് ചെയ്യുള്ളൂ? കിട്ടുകയുള്ളൂ. അത് യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദോഷികൾക്ക് മക്കൾക്ക് നമ്മൾ നല്ല ദാനങ്ങൾ കൊടുക്കുമെന്നുണ്ടെങ്കിൽ തൻ്റെ പിതാവിനോട് പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ദൈവം യാചിക്കുന്നവർക്ക് തരും. അപ്പം നമ്മൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ആക്കിയല്ല പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്തിനു വേണം? പരിശുദ്ധാത്മാവ് ആകുന്ന തീ നമുക്ക് എന്തിനു വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാമോ? എന്തിനു വേണ്ടിയാണ്? 10 കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചോദിക്കുന്നതിനേക്കാളും 10 പ്രശ്നങ്ങൾക്ക് 1 by 1 ആയിട്ട് ഉത്തരം ചോദിക്കുന്നതിനേക്കാളും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് 10 കാര്യങ്ങൾക്കും ഉത്തരമാണ്. അപ്പോൾ ഒന്ന് ചോദിച്ച് 10 നേടണോ, 10 പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കണോ? അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ഈ ഒരു ശക്തി നമുക്ക് ലഭിക്കും. 8ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്നാമത് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരു ഫയറാണ്, ഒരു തീയാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്, അത് ഭയങ്കരമായൊരു പവറാണ്. എന്തിനുള്ള പവറാണ്? ഒന്ന് അവിടെ പറയുകയാണ്, സുവിശേഷം പറയാനുള്ള ഒരു ശക്തിയാണ് ഏത്? പരിശുദ്ധാത്മാവ്. സുവിശേഷം പറയാനുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. ഈ ശക്തി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ? അറിയാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ മേൽ വരും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പല രീതിയിൽ ഇത് അനുഭവിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞു. ശക്തി നിറഞ്ഞപ്പോൾ ഇവർ ആത്മാവിൽ പ്രവചിച്ചു തുടങ്ങി, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങി, ആത്മാവിൽ പുതിയൊരു അനുഭവത്തിലേക്ക് നീങ്ങി. അതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായിട്ടേയില്ല. അതുകൊണ്ട് തന്നെ പല ദേശത്തു നിന്നും അവിടെ വന്ന യവന ഭാഷക്കാരുണ്ടായിരുന്നു. അവരുടെ ഭാഷകളിൽ അവർ സംസാരിച്ചു. നിങ്ങളുടെ അടുത്തുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, ബൈബിളിലുള്ളത് ശരിയാണെങ്കിൽ ഇതും ഏതാണ്? ശരിയാണ്. നമുക്ക് അതിനുള്ള കൃപ ഇല്ലെന്ന് കരുതി അങ്ങനെയുള്ള കൃപയുള്ളവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാനോ മോശക്കാരായിട്ട് പറയാനോ പാടില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറയുന്നതിന് ഉള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, കർത്താവ് പറയുന്നത് സകല പാപവും എന്ത് ചെയ്യും? ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് നേരെ നിങ്ങൾ വ്യാജം പറഞ്ഞാൽ അത് മാത്രം എന്ത് ചെയ്യില്ല? ക്ഷമിക്കില്ല. നമുക്കറിയില്ല. അറിയാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർക്ക് അതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവരാദ്യമായിട്ടാണ് ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയുന്നത്. നിറയുമ്പോൾ അവർക്ക് ഭാഷാവരം ലഭിച്ചു. ഒത്തിരി വരങ്ങളുണ്ട്. അതിലൊന്നാണ് ഏത്? ഭാഷാവരം. പിന്നെയാണെങ്കിൽ പ്രവചനവരം. അപ്പോൾ സഭയിൽ ഒന്നാമത് ആ കാലഘട്ടത്ത് ഒന്നാമത്തെ സ്ഥാനത്ത് ആരെയാണ് ആക്കിയിട്ടുള്ളത്? ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ, പ്രവാചകന്മാർ. മനസ്സിലായോ? അപ്പോൾ അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. ഇതെല്ലാം ഏത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെട്ടു വന്ന ഒരു കോൺസെപ്റ്റാണ്. പിന്നീട് ഈ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ദൈവവചനം പറയുന്നത് ഇവരേതെങ്കിലും സെമിനാരിയിൽ പോയി പഠിച്ചിട്ടാണോ? ആണോ? എങ്ങനെ അവർ പറഞ്ഞു? എങ്ങനെ അവർ ഈ ജീവനുള്ള വചനം എഴുതി? ആര് പഠിപ്പിച്ചു? ഞാനൊരു ദിവസം പറഞ്ഞത്, പരിശുദ്ധാത്മാവാണ് അവരെ എന്ത് ചെയ്തത്? നയിച്ചത്. സഭയെ നയിച്ചത് ആരായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. അവരെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് കൊണ്ടുപോയത് ആരായിരുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. ദർശനങ്ങൾ നൽകിയത് പരിശുദ്ധാത്മാവായിരുന്നു. വിഷൻസ് കാണിച്ചു കൊടുത്തത് പരിശുദ്ധാത്മാവായിരുന്നു. ആലോചന പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവായിരുന്നു. സകല കാര്യങ്ങളിലും ഒന്നിനും കുറവ് വരാതെ പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് സഭ മടങ്ങി വരണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് എല്ലാ വർഷത്തിലും പെന്തക്കോസ്ത് ദിനം എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് എന്ത് ലഭിച്ചു? ശക്തി ലഭിച്ചു. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്? ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ 1 ശമൂവേൽ 28-ാം അധ്യായത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഒരേ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ശൗല് ആരെ അന്വേഷിച്ചു പോവുകയാണ്? ശൗൽ വീണ്ടും വെളിച്ചപ്പാടത്തികളെയും
മന്ത്രവാദക്കാരെയും അന്വേഷിച്ചു പോകുകയാണ്. അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ അവനെ നയിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് അവനിൽ നിന്ന് ഇപ്പം ഉണ്ടോ? വിട്ടുപോയി. അപ്പം നിങ്ങൾ നോക്കണം, രാജ പൊസിഷനിലിരുന്ന ആളാണ്. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവാണ്. ദൈവം തിരഞ്ഞെടുത്തവനാണ്. അവൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനവും ദൈവം അവന് കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അധികാരം കൊടുത്തു. ഇതെല്ലാം ദൈവം അവന് കൊടുത്തു. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്. ഏത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ കയ്യിൽ കിട്ടിയ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുപോലെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഉള്ളിൽ വച്ചിട്ടുണ്ട്. ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ പവിത്രത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കാതെ നമ്മളെ വിട്ട് പോകും. ഇത് സമയമില്ല, നമ്മൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 വാക്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഒന്ന്, ശമൂവേൽ മരിച്ചു. ശമൂവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ശമൂവേൽ നല്ല വിലാപം കിട്ടി, നല്ല അടക്കം കിട്ടി. എവിടെ കൊണ്ടുപോയി അടക്കി? സ്വന്തം ദേശത്ത് ശൂനേമിൽ കൊണ്ടുപോയി അടക്കി. നമ്മൾ പഠിച്ച ഒരു കാര്യം, നമ്മളും ഈ ലോകം വിട്ട് നമ്മുടെ സ്വന്തം ദേശം എന്ന് പറയുന്നത് ഇവിടെയല്ല. നമ്മൾ വാഗ്ദത്ത നാടായ സ്വർഗീയ നാടിനെ നോക്കി ജീവിക്കുന്നവരാണ്. നമ്മൾ അവിടെ എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. എവിടെ എത്താനായിട്ട് ആഗ്രഹിക്കണം? സ്വർഗീയ നാടിനെ നോക്കി യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞ പാട്ട് മറന്നു പോകരുത്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത്, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശൗല് നിറഞ്ഞു നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് പറയും, നീ യുദ്ധത്തിന് പോയാൽ ജയിക്കുമോ ഇല്ലയോ എന്ന്. അത് നോക്കിയിട്ടാണ് അവൻ പോകണമോ വേണ്ടയോ എന്ന് ഡിസിഷൻ എടുക്കുന്നത്. രാജകാര്യങ്ങളിൽ എല്ലാ തീരുമാനവും എടുക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ അഡ്വൈസും, എല്ലാ കൗൺസിലിങ്ങും, എല്ലാ വഴിയും നമുക്ക് കിട്ടും, സഹായകനാണ്. എന്നാൽ ദൈവ സാന്നിധ്യം വിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് ഒരു ദർശനവും ഒരു വഴിയും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. അമ്പയെ പരാജയമായിരിക്കും. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത്, 30-ാം അധ്യായത്തിൽ ഇതേ സമയം ദാവീദിനെ നമ്മൾ പരിചയപ്പെടും. ദാവീദ് ഒരു യുദ്ധത്തിന് പോവുകയാണ്. അവിടെ ദാവീദ് യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദിന് അറിയണം ഈ യുദ്ധം ജയിക്കുമോ ഇല്ലയോ എന്ന്. ശൗൽ ഇവിടെ വെളിച്ചപ്പാടത്തിയെ അന്വേഷിക്കുന്ന സമയത്ത് ദാവീദ് തൻ്റെ കൂടെയുള്ള ഒരു പുരോഹിതനോട് കാര്യങ്ങൾ ചോദിച്ചു. ആരാണ് ആ പുരോഹിതൻ? അബ്യാഥാർ പുരോഹിതനോട് പറഞ്ഞു, നീ ഏഫോദ് ധരിച്ച് ഇവിടെ വരിക. ഏഫോദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരോഹിതൻ്റെ പുറമേയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്രം. അത് ധരിച്ചിട്ട് നീ വരിക, ദൈവം നിന്നോട് സംസാരിക്കും, ആ അരുളപ്പാട് നീ എന്നോട് പറഞ്ഞു തരണമെന്ന് ദാവീദ് അബ്യാഥാർ പുരോഹിതനോട് ചോദിച്ച് ദൈവത്തിൻ്റെ ആലോചന എടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദാവീദിൻ്റെ മേൽ ഇപ്പോൾ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന ആലോചനയും വൈസ് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള കൃപയും ദൈവം കൃത്യമായിട്ട് നമുക്ക് തരും. പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ശൗല് പോയതുപോലെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരും. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, നമുക്ക് ദൈവികമായ ആലോചന ദാവീദ് പ്രശ്നം വരുമ്പോൾ അബ്യാഥാർ പുരോഹിതനിലൂടെ ചോദിച്ചതുപോലെ ചോദിക്കണോ, അതോ വെളിച്ചപ്പാടത്തിയെ അന്വേഷിച്ച് പോകണോ? അല്ലേ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു ശീലം ഉണ്ടായിരുന്നു, മക്കളെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു വീട് വയ്ക്കണം. വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആരോടാണ് ആദ്യം ആലോചന ചോദിക്കുന്നത്? പള്ളിയിൽ ഒരു പുരോഹിതനുണ്ടെങ്കിൽ, ഒരു ഉപദേശി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു സ്ഥലം കാണിക്കും. ശരിയാണോ? അല്ലേ? ഒരു കിണർ കെട്ടണം, ആരെ വിളിച്ചുകൊണ്ട് കാണിക്കും? അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലയോ? ദൈവം ആഗ്രഹിച്ചൊരു ശീലമാണ്. ദൈവത്തിൻ്റെ ജനത്തിന് അങ്ങനെ വേണം അരുളപ്പാട് ചോദിക്കാനായിട്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊണ്ടുപോയി കാണിക്കും? എൻജിനീയർ. ഓക്കെ, അതിൻ്റെ മുകളിൽ എൻജിനീയർ വേണം, നല്ല കാര്യമാണ്. നമ്മൾ ആരെ കാണിക്കും? വാസ്തു വിദഗ്ധനെ കൊണ്ട് കാണിക്കും. വാസ്തുപ്രകാരം ഈ വീടിൻ്റെ അത് ശരിയാണോ, ഇത് ശരിയാണോ? ഞാൻ ആർക്കിടെക്റ്റിനോ എൻജിനീയറിങ്ങിനോ ഒന്നും എതിരുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഏറ്റവും പ്രധാനമായി ഒന്നാമത്തെ ആലോചന നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ദൈവ പുരുഷന്മാരുണ്ടെങ്കിൽ അവരിലൂടെ ദൈവം എന്ത് ചെയ്യും? ദൈവജനത്തിന് ആലോചന പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. ദാവീദ് ആരാണ്? രാജാവാണ്.
ഇപ്പോഴും രാജസിംഹാസനം ഇല്ലെന്നേ ഉള്ളൂ. ദാവീദിന് വേണമെങ്കിൽ നേരിട്ട് ആലോചന കിട്ടും. പക്ഷേ ദാവീദിനറിയാം, എനിക്ക് കിട്ടുന്നതിനേക്കാളും ആലോചന ആർക്ക് കിട്ടും? ഇവിടെ എനിക്കൊരു പുരോഹിതനെ തന്നിട്ടുണ്ട്, ആ പുരോഹിതനിലൂടെ എന്ത് ചെയ്യും? കിട്ടും. അതുകൊണ്ടാണ് ഒരു രാജാവായിരുന്നിട്ട് പോലും ദാവീദ് ആ ദൂത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ആരെ മുന്നിൽ നിർത്തുന്നത്? ആരെ? പുരോഹിതനെ, പഴയ നിയമകാലത്തെ പ്രവാചകനെ. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം സമൃദ്ധിയായിട്ടുള്ള ചില വ്യക്തികൾ കാണും. അവർക്ക് നേരിട്ട് എന്ത് ചെയ്യും? ദൈവം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കും. അവർക്കത് പ്രശ്നമില്ല. എന്നാൽ എല്ലാവർക്കും ഈ ഒരു ദാനം ഉണ്ടോ? ഇല്ല. അതിനു വേണ്ടിയാണ് ആരെ കൊടുത്തിട്ടുള്ളത്? ഓരോ ദേശത്തും ദൈവം പുരോഹിതരെ കൊടുത്തിട്ടുള്ളത്. അവരിലുള്ള ദൈവിക ആലോചന ചോദിക്കാനായിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അവരിലുള്ള എന്ത് ചോദിക്കണം? ദൈവിക ആലോചന ചോദിക്കണം. അപ്പോൾ ദൈവത്തോട് അവർ ചോദിച്ചിട്ട് അവരൊരു ആലോചന എന്ത് ചെയ്യും? പറഞ്ഞു തരും. അത് നിങ്ങളെ ഒരിക്കലും ദോഷത്തിനായിട്ടുള്ള ഒരു ആലോചന ആയിരിക്കുകയില്ല. അത് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കണം. ആ ആലോചന നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ആലോചന പ്രകാരം മുന്നോട്ട് പോകണം. അതൊരു ദൈവം വച്ചിട്ടുള്ളൊരു ക്രമമാണ്. ഞാൻ പറയാൻ കാരണം, ദൈവം വച്ചിട്ടുള്ള ഒരു ക്രമമാണ്, ഒരു ഓർഡറാണ്. ഇതാര് ചെയ്തതാണ്? ഇസ്രായേലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായ ദാവീദ് ചെയ്തു പോയൊരു ക്രമമാണ്. ആ ക്രമത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ബൈപ്പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ബൈപ്പാസ് ചെയ്ത് ശൗൽ രാജാവ് ആരുടെ അടുക്കൽ പോയി? വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോയി. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് 2 അധ്യായം കഴിയുമ്പോൾ ഈ പുസ്തകം അവസാനിക്കും. തൊട്ടടുത്ത അധ്യായത്തിൽ, 1-ാമത്തെ അധ്യായത്തിൽ, തൊട്ടടുത്ത പുസ്തകം 1-ാമത്തെ അധ്യായം, 2 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഇതേ ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് ആര് മരിക്കും? ശൗൽ മരിക്കും. അപ്പം നമ്മൾ ആലോചന ആരോട് ചോദിക്കണം, ആര് വഴി ചോദിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നാട്ടുകാരോടും ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരോടും നിങ്ങളുടെ ലൈഫിനെ പറ്റിയുള്ള ഒരു ആലോചന എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. മനസ്സിലായോ? ഒന്നുകിൽ നിങ്ങൾ ആരോട് ചോദിക്കണം? ദൈവത്തോട് നേരിട്ട് ചോദിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കും. ഞാൻ ഈ പറയുന്നത് ഡെഫിനറ്റാണ് കേട്ടോ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് സംസാരിച്ച് വചനത്തോട് വരുമ്പോൾ ദൈവം നിങ്ങളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുരോഹിതൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എന്നാൽ എല്ലാ ജനത്തിനും അതുപോലെയുള്ള കൃപ ഉണ്ടാകണമെന്നില്ല. അവർക്ക് വേണ്ടിയാണ് ആര് വെച്ചിട്ടുള്ളത്? ഒരു പുരോഹിതനെ ദൈവം തന്നിട്ടുള്ളത്. ആ പുരോഹിതനിലൂടെ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കണം. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച് അതായത് കാലാകാലങ്ങളിൽ പുരോഹിതൻ എക്സോർ അവർ എന്ത് ചെയ്യും? മാറി വരും. പക്ഷെ പുരോഹിതരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കുള്ള ദൈവിക ആലോചനയെ, ദൂതുകളെ എടുത്തു തരാൻ വേണ്ടിയാണ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ചോദിച്ചാൽ അവരെന്ത് ചെയ്യൂ? പറഞ്ഞു തരികയുള്ളൂ. ചോദിക്കാതെ ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇല്ല. അപ്പം അത് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം. ദാവീദ് എന്ത് ചെയ്തു? അബ്യാഥാറിനോട് പറയുകയാണ്, കുപ്പായ എടുത്തിട്ട് വാ, ഇതാണ് പ്രശ്നം, എന്താണ് സംഭവം, ദൈവത്തോട് ചോദിക്കുക, പറഞ്ഞതാ. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ജനം അത് അനുഗ്രഹം എന്ത് ചെയ്യണം? വാങ്ങിച്ചെടുക്കണം. പക്ഷെ ജനത്തിന് അറിഞ്ഞുകൂടാ. അവരെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആരുടെ അടുക്കൽ വരുന്നത്? പുരോഹിതൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ ദൈവം വച്ചിട്ടുള്ള ഒരു ക്രമം ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന്, ലോകത്തിൻ്റെ ആലോചന ചോദിക്കാം, ഫലം തകർച്ചയാണ്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് ദൈവിക ആലോചന ചോദിക്കാം, അതിനൊരു പുരോഹിതനുണ്ട്, ആ വഴി ചോദിക്കാം. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഉയർച്ചയാണ്. 2 അധ്യായം കഴിയുമ്പോൾ ശൗല് വീഴും, 2 അധ്യായം കഴിയുമ്പോൾ ദാവീദ് കയറും. ആലോചന ചോദിക്കുന്നത് ആരോടാണെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആലോചനയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നയിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആലോചന ആരോട് ചോദിക്കണമെന്ന്. ലോകത്തിലുള്ളവരോടല്ല, ദൈവത്തോട് തന്നെ നേരിട്ട് ആലോചന ചോദിക്കണം. ദൈവം സഹായിക്കട്ടെ.